കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിസ്റ്റത്തിന്റെ സ്റ്റുഡൻസ് സമ്മേളനത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതും അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിസ്റ്റം സ്റ്റുഡൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീം നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് അന്ന് ഉണ്ടായത്? അത് നമ്മുടെ സംസ്ഥാന സമ്മേളനം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ കഴിഞ്ഞ 8 മാസക്കാലം അതിന്റെ പ്രീ വർക്കുകളായി മുന്നോട്ട് വന്ന് അതിന്റെ സമാപന സമ്മേളനമായിരുന്നു തീർച്ചയായിട്ടും മെയ് 11 നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് അതിന്റെ തൊട്ടു മുമ്പുള്ള 5 ദിവസമൊക്കെ ദ സൊല്യൂഷൻ എന്ന പേരിൽ തന്നെ, ആ വാക്കിൽ തന്നെ പരിഹാരം എന്നതാണ്. ഇന്ന് പുതിയൊരു തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട്, അക്രമങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരുപാട് വാർത്തകളും മറ്റും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്ത് എന്ന് കഴിഞ്ഞ 8 മാസക്കാലമായി വർക്കൗട്ട് ചെയ്ത് അതിന്റെ പ്രീ പ്രോഗ്രാമുകളായി മുന്നോട്ട് വന്ന് ഇത്രയധികം വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ വിളിച്ചു ചേർത്ത് വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അത് നമ്മൾ പ്രതീക്ഷയിനപ്പുറം ഒരു ക്രൗഡ് വന്നു. കാരണം പുതിയ കാലത്ത് രക്ഷിതാക്കളൊക്കെ പരിഹാരത്തെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവ് കൂടിയായിരുന്ന സമ്മേളനം. അപ്പൊ അങ്ങനെ ഒരു വലിയ ക്രൗഡ് വന്ന സന്ദർഭത്തിൽ തീർച്ചയായും 1-2 മിനിറ്റുകൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറുക എന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ പോലും നമ്മൾ കൃത്യമായി 10 മണിക്ക് മുന്നേ തന്നെ ഷെഡ്യൂൾ ചെയ്തൊരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിനിടയിൽ ബഹുമാന്യ നജീബ് കാന്തപുരം MLA ഒക്കെ സംസാരിക്കുന്ന തൊട്ടു മുന്നേ നമുക്ക് സദസ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നു. പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം വീണ്ടും കുട്ടികൾ ഒഴുകി വന്നൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വന്നു, ഒന്നുകൂടിയൊക്കെ ക്രമീകരിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ കുറച്ചധികം മിനിറ്റുകൾ നമുക്ക് നഷ്ടമായി. വൈകി എന്ന് പറയുമ്പോൾ മിനിറ്റുകൾ അത് മിനിറ്റുകൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഒരു 10:03 സമയത്തൊക്കെയാണ് നമ്മളത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഒരു 10:06 കൂടിയൊക്കെ തീർച്ചയായിട്ടും നമുക്കത് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ആ ഒരു സന്ദർഭത്തിലൊക്കെയാണ് ഏകദേശം കൃത്യമായൊരു ഷാർപ്പ് ടൈം. അങ്ങനെയൊന്നുമല്ല, ഇതിലൂടെ സമയത്തിന്റെ ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും 10 മണി കഴിഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്തുക, വരിക, നമ്മൾ നിർദ്ദേശിക്കുക എന്നത് ഒരു നിയമപാലകരുടെ ഒരു കടമ തന്നെയാണ്. അത് അവർ നിർവഹിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല. നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അതിനെ ഏറ്റവും വിലമതിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. പൊതുവെ മുസ്ലിം സംഘടനകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒന്നുകിൽ അവർക്ക് വരാമായിരുന്നു, വന്ന് തൊട്ടടുത്ത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ വന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കാമായിരുന്നു. ഷാർപ്പായിട്ട് പറയണമെങ്കിൽ ഷാർപ്പായിട്ട് പറയാമായിരുന്നു. ഇപ്പോൾ നിർത്തണം എന്ന് വളരെ ഷാർപ്പായി നമ്മളോട് പറയുകയാണെങ്കിൽ സംഘാടകരോടൊന്ന് പറയാമായിരുന്നു. സംഘാടകരോടൊന്ന് പറയായിരുന്നു. നമ്മളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരോടൊന്ന്, നമ്മുടെ മാതൃഘടകം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാരവാഹികളുണ്ട്, വിസ്ഡം യൂത്തിന്റെ ഭാരവാഹികളുണ്ട്, ആരോടും സംസാരിക്കായിരുന്നു. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചെയ്യാറ് പൊതുവെ നിയമപാലകർ. പക്ഷെ അതിന് വിരുദ്ധമായി നേരെ വരികയും അത് നേരെ സ്റ്റേജിലേക്ക് വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം അതിന് സമാപന സംസാരമാണ്, അത് കഴിഞ്ഞാൽ ആരും സംസാരിക്കാല്ല, കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞൊരു വരി കൂടെ പറയാനുള്ളൂ, ആ ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരെ സ്റ്റേജിലേക്ക് വരികയും ഒരു ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ നിർത്തട, മൈക്ക് ഓഫ് ആക്കുക എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് വന്ന് മൈക്ക് പോയിന്റിലേക്ക് ഇങ്ങനെ ആക്രോശിച്ചു വരുന്നൊരു സാഹചര്യം, അതൊരിക്കലും ഒരു നിയമപാലകരുടെ അടുത്തുനിന്ന് വരേണ്ട ഒരു സംഗതിയല്ലല്ലോ. ആ നിലക്ക് മാത്രമാണ് അതിന്റെ ഒരു പ്രതിഷേധം നമ്മൾ പ്രകടമാക്കിയത്. അതല്ലാതെ ഇത്തരത്തിൽ 1-2 മിനിറ്റുകൾ വൈകുക എന്നതുപോലും നമ്മൾ ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അത്തരത്തിൽ നമ്മൾ ഒരിക്കലും ആ നിലക്ക് മുന്നോട്ട് പോകാറില്ല. 10 മിനിറ്റ് മുന്നേ ഷാർപ്പായി ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അത് വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും മുന്നേയുള്ള പ്രോഗ്രാമുകളൊക്കെ അത് കൃത്യമായി ചെയ്തവരാണ് നമ്മൾ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ആ നിലക്ക്, പ്രത്യേകിച്ച് ആ ഒരു പ്രോഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, വിദ്യാർത്ഥി ചത്വരം എന്നൊക്കെ പേരിൽ ലഹരിക്കെതിരെയുള്ള വലിയ പ്രഖ്യാപനം, അതിനൊക്കെ ഒരു 1-2 മിനിറ്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും. എന്നാൽ തന്നെ അവസാനം ഉള്ള ചില സെഷനുകളിലൊക്കെ ചില സമയങ്ങളുടെ ചില ഫാക്കൽറ്റികളുടെ 1-2 മിനിറ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ 10 മണിയിലേക്ക് അത് ഷാർപ്പായി എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഏതാനും ചില മിനിറ്റുകളൊക്കെ അങ്ങനെ സംഭവിച്ചു എന്ന് സ്വാഭാവികതയാണ്. എങ്കിൽ പോലും അത് നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിന് ഈ നിലക്ക് നമ്മളെ റിമൈൻഡ് ചെയ്തതിന് പകരം, അല്ലെങ്കിൽ വന്ന് സംസാരിക്കേണ്ടതിന് പകരം ഇങ്ങനെ സ്റ്റേജിലേക്ക് വരികയും മൈക്ക് പോയിന്റിന്റെ അടുത്തേക്ക് വരികയും ആ നിലക്കുള്ള ഒരു ആക്രോശത്തിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ശരിയായില്ല എന്നത് മാത്രമാണ്. പോലീസിന്റെ ആ തരത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മളെ. അതെ, തീർച്ചയായും അത് മാത്രമാണ് വിഷമിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സർക്കാർ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു 2-3 ആഴ്ച മുമ്പ് വിളിച്ചു ചേർത്തിരുന്നു, ഇത്തരം ഒരു ലഹരിക്കെതിരെയുള്ള എന്തൊക്കെ നടപടികൾ നമുക്ക് കൈക്കൊള്ളാം എന്ന സമുദായ സംഘടനകളുടെ, മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തി ഞാൻ ഓർക്കുകയാണ്. അന്ന് നമ്മളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരൊക്കെ സംസാരിച്ചത് ഈ സമ്മേളനത്തെ കുറിച്ചാണ്. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ കോൺഫറൻസിന്റെ ഭാഗമായി ഒരുപാട് ലഹരിക്കെതിരെയുള്ള പദ്ധതികളുണ്ട്. അന്ന് മുഖ്യമന്ത്രി അത് പ്രശംസിച്ചത് മാത്രമല്ല, ഈ പ്രോഗ്രാമിലേക്കും നമ്മൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതായിരുന്നു.
ബഹുമാന്യ മുഖ്യമന്ത്രിയെ. പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറയുകയും നമ്മുടെ സമ്മേളനത്തിന് സോവനിയറിലേക്ക് പ്രത്യേകമായ ആശംസകളൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്ത ആ നിലയ്ക്ക് സർക്കാരിന്റെ നയം തീർച്ചയായും ലഹരിക്കെതിരെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തീർച്ചയായും ഈ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട നിയമപാലകർ ഇത്തരം ഒരു പ്രോഗ്രാമിനെതിരെ അങ്ങനെ പ്രശംസിക്കേണ്ടതിനും പ്രോത്സാഹിപ്പിക്കേണ്ടതിനും പകരം, പ്രത്യേകിച്ച് അവിടുത്തെ ട്രാഫിക്, പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇത്ര 10,000 വന്നാൽ സാധാരണ തന്നെ ട്രാഫിക്കുള്ള ഒരു അങ്ങാടി നമുക്കറിയാലോ, അത്രയേറെ ബ്ലോക്കാണ് അങ്ങാടിപ്പുറം പാലൊക്കെ. അതിനനുസൃതമായ ഒരു ബ്ലോക്കോ പോട്ടെ അതിനേക്കാൾ കുറവ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോ ക്ലിപ്പുകൾ കാണില്ല, അതിൽ നോക്കൂ, വാഹനങ്ങൾ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. അത്ര വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം നമുക്കുണ്ട്. വെബ് പോർട്ടൽ വെച്ചുകൊണ്ട് നമുക്ക് മാത്രം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു വെബ് പോർട്ടൽ ഉണ്ട്. ആ വെബ് പോർട്ടലിൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ട്രാഫിക് ഏരിയ ഏതാണ്, നമ്മൾ അതിന്റെ തൊട്ട് മുമ്പുള്ള 3 ഞായറാഴ്ചകളൊക്കെ പഠിച്ചുകൊണ്ടാണ് ട്രാഫിക് പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വെബ് പോർട്ടലിൽ നൽകി. അന്ന് നമ്മൾ പ്രത്യേകമായ ഒരു കൺട്രോൾ റൂം തുറക്കും, നമ്മുടെ ട്രാഫിക് സംവിധാനം. അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യവസ്ഥ, ഈ ട്രാഫിക് പ്ലാനും ഈ ഡ്രോയിങ്ങും ഒക്കെ നമ്മൾ നിയമപാലകരുടെ മുന്നിൽ വെക്കുകയും അവരതിനെ പ്രശംസിക്കുകയും ചെയ്ത മുൻകാല അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത്രമേൽ പോലീസിനോടും നിയമ സംവിധാനത്തോടും സഹകരിച്ചും സഹായിച്ചും പിന്നെ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ അതിനെ സഹായിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ നിലയ്ക്ക് വിസ്ഡം സ്റ്റുഡൻസിന്റെ ഇത്തരം ഒരു സമ്മേളനം ആ നിലയ്ക്കൊരു പ്രയാസത്തിലേക്ക് പോകേണ്ടതില്ലായിരുന്നു എന്നത് മാത്രമാണ് നമ്മുടെ അതിൽ വെക്കുന്ന. പോലീസിന്റെ നടപടിയിൽ എന്തെങ്കിലും പരാതികളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം എത്തിക്കുന്നതിന്റെ ഭാഗമായി കത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനീയ പ്രതിപക്ഷ നേതാവ് അവർക്കെല്ലാം നമ്മുടെ ഒരു ഇതിലുണ്ടായ ഒരു പ്രയാസം, അതിൽ തീർച്ചയായും ഇത്തരത്തിൽ നിയമപാലകർ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അവിടെ സ്ഥലം MLA നജീബ് കാന്തപുരം MLA ഉണ്ടായിരുന്നു, സാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാർ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ശ്രദ്ധയിലും ഈ വിഷയങ്ങൾ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അത് പരിഗണിക്കാം, അതിൽ ആവശ്യമായ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടലാണ് സംഘാടകർ പരിപാടിയിൽ അവർക്ക് വിഷമുണ്ടാക്കിയതെന്നാണ് സംഘാടകർ പറയുന്നത്. പരിപാടി വൈകിയാൽ അത് അവസാനിപ്പിക്കാൻ പോലീസിന് മാന്യമായി ഇടപെടാമായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പം വിസ്ഡത്തിന്റെ സംഘാടകർ പറയുന്നത്. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.